സംസ്ഥാന സ്കൂൾ കലോത്സവം ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്നു. പോയിന്റ് നിലവാരത്തിൽ പാലക്കാടിനെ പിന്തള്ളി കോഴിക്കോടാണ് മുന്നിൽ. കോഴിക്കോടിന് 939 പോയിന്റാണ് ഉള്ളത്. 929 പോയിന്റുമായി പാലക്കാട് തൊട്ട് പിന്നിൽ. കണ്ണൂരാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. മത്സരഫലങ്ങൾ ഏകദേശം പുറത്തു വന്നു കഴിഞ്ഞു. ഇനി ഹയർ അപ്പീലുകളുടെ റിസൾട്ടുകൾ കൂടി മാത്രമാണ് വരാനുള്ളത്. ലതീഷ് തത്സമയം ചേരുകയാണ്. ലതീഷ്, എപ്പോഴേക്കും സമാപന സമ്മേളനം ആരംഭിക്കും? അല്പസമയത്തിനകം തന്നെ സമാപന സമ്മേളനം ആരംഭിക്കും ജോർജറ്റ്. ഇതിനു മുമ്പായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ കലാകിരീടം ഏത് ജില്ലയ്ക്കാണ് എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. വഞ്ചിപ്പാട്ട് മത്സരത്തിൻ്റെ ഫലം ഇതുവരെ വന്നിട്ടില്ല. ഹയർ അപ്പീലുകളുടെ ഒരു അവസാന റിസൾട്ടും വരേണ്ടതുണ്ട്. ഇതിനുശേഷമാകും സമാപന സമ്മേളനം വേദി ഒന്നായ നിളയിൽ ആരംഭിക്കുക. സമാപന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ ഈ മത്സരഫലങ്ങളുടെ അവസാന മത്സരഫലങ്ങൾ പുറത്തു വരാതെ സമാപന സമ്മേളനം ആരംഭിക്കുകയില്ല. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് സംഘാടകർ. എന്തായാലും 932 പോയിന്റോടെ കോഴിക്കോടും 929 പോയിന്റോടെ പാലക്കാടും 928 പോയിന്റോടെ ആതിഥേയരായ കണ്ണൂർ ജില്ലയും 1, 2, 3 സ്ഥാനത്ത് തുടരുകയാണ്. വഞ്ചിപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം എ ഗ്രേഡ് കോഴിക്കോടിന് എ ഗ്രേഡ് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കലാകിരീടം കോഴിക്കോട് ഉറപ്പിച്ചു എന്ന് പറയാം. തുടർച്ചയായ 11ാം വർഷമാണ് ഇപ്പോൾ കോഴിക്കോട് കലാകിരീടം ഏറ്റുവാങ്ങുന്നത്. ഈ വേദിയിൽ കോഴിക്കോട് തന്നെ കലാകിരീടം ഏറ്റുവാങ്ങും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കണ്ണൂരിൽ നിന്നാണ് 2007 10 വർഷം മുമ്പ് കോഴിക്കോട് കലാകിരീടം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം കഴിഞ്ഞ 10 വർഷവും കോഴിക്കോട് തന്നെയായിരുന്നു കിരീടം ചൂടിയത്. ഇത്തവണ കൂടി അത് ഉണ്ടായാൽ തുടർച്ചയായ 11ാം വർഷം എന്ന നേട്ടം. ലതീഷ്, കലാപ്രതിഭ കലാതിലക പട്ടങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. എങ്കിലും ഏറെ ശ്രദ്ധേയമായ വ്യക്തിഗത പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി സ്കൂളുകളുടെ പ്രകടനങ്ങൾ, അത്തരം വ്യക്തിഗതമായ പ്രകടനങ്ങൾ വിലയിരുത്തിയാൽ ജോർജറ്റ്, വ്യക്തിഗത ഇനങ്ങളിൽ പോയിന്റ് നേടുന്നവർക്ക് കലാപ്രതിഭ കലാതിലക പട്ടം നൽകുന്നത് സർക്കാർ എടുത്തു മാറ്റിയിരുന്നു. എങ്കിലും ചില പ്രതിഭകൾ, വളരെ കൂടുതൽ പ്രതിഭകൾ ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയത് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ്. 113 പോയിന്റ് നേടിയാണ് അവർ 1ാം സ്ഥാനത്തെത്തിയത്. ഇതിന് തൊട്ടു പിന്നിലായി ഇടുക്കി ജില്ലയിൽ നിന്നുള്ള കുമാരമംഗലം MKN-MHS സ്കൂളാണ് 2ാം സ്ഥാനത്തെത്തിയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഈ 2 ജില്ലകൾ തമ്മിൽ തന്നെയായിരുന്നു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. ഇതിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള കുമാരമംഗലം ഹയർ സെക്കൻഡറി സ്കൂള് ഒന്നാമതെത്തിയപ്പോൾ തൊട്ടു പിന്നിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗുരുകുലം BSS എത്തി. ഗുരുകുലം BSSന്റെ പ്രത്യേകത, കഴിഞ്ഞ 6 വർഷമായി ഹൈസ്കൂൾ വിഭാഗത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ തുടർച്ചയായ 6ാമത് വിജയമാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ അവർ നേടുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇതുവരെ ഒന്നാമതെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും കഴിഞ്ഞ 7 വർഷമായി സജീവ സാന്നിധ്യമായി ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ മത്സരിക്കുന്നുണ്ട്. ഇത്തവണ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള കുമാരമംഗലം MKN-MHS ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ നേട്ടത്തിന് അർഹരായത്. ഇടുക്കി ജില്ലയിൽ നിന്നെത്തി ഇത്തരത്തിലൊരു കലാരംഗത്ത് അല്ലെങ്കിൽ പ്രകടനം നടത്തിയ മികച്ച സ്കൂൾ എന്നുള്ള രീതിയിൽ തന്നെ ഈ കുമാരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിനെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അരുൺ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ സജീവമായി കൈരളി പീപ്പിൾ ഈ വാർത്തകൾ, കലോത്സവത്തിൻ്റെ വാർത്തകൾ ഇടതടവില്ലാതെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലെ കലാസ്നേഹികൾ 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ എങ്ങനെ എതിരേറ്റു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അരുണിൽ നിന്നും ചോദിച്ചറിയാം. വിദ്യാഭ്യാസ മന്ത്രിയും അതേപോലെ തന്നെ കണ്ണൂരിൻ്റെ MP-യും മറ്റ് ജനപ്രതിനിധികളും കലോത്സവത്തിൻ്റെ സമാപന സമ്മേളന വേദിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥാണ് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അല്പസമയത്തിനകം തന്നെ സമാപന സമ്മേളനം ആരംഭിക്കും എന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും എത്തും. ഇതിനുശേഷം സമാപന സമ്മേളനത്തിൻ്റെ ചടങ്ങുകളിലേക്ക് കടക്കും. അടുത്ത 58ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഏത് ജില്ലയിലാണ് നടക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഔദ്യോഗിക തീരുമാനം ഇതിനകം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടുണ്ട്. അത് ഈ വേദിയിൽ, ഒന്നാമത്തെ വേദിയിൽ, സമാപന സമ്മേളന വേദിയിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും.
അവർക്ക് ഇവിടെ ഉയർത്തിയ DPI കഴിഞ്ഞ തിങ്കളാഴ്ച ഉയർത്തിയ പതാക അവർക്ക് കൈമാറും. ആ ജില്ല ഏത് ജില്ലയാണ് അടുത്ത 58ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥ്യമരുളുക എന്നതും നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം അന്തിമ ഫലത്തിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ കലാകിരീടം കോഴിക്കോട് തന്നെ ഉറപ്പിച്ചോ, അല്ലെങ്കിൽ കോഴിക്കോടിന് തന്നെയാണോ, അതോ പാലക്കാടോ ഏതെങ്കിലും തരത്തിൽ ഒരു അട്ടിമറിയിലൂടെ കണ്ണൂർ ഈ സ്ഥാനത്തേക്ക് എത്തുമോ എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 7 ദിവസമായി കേരളത്തിൻ്റെ എല്ലാം ഈ കണ്ണൂരിലായിരുന്നു. കലാകേരളത്തിൻ്റെ ഈ കലാമാമാങ്കം ആസ്വദിക്കാൻ കണ്ണൂരിൻ്റെ ജനത ഒന്നടങ്കം ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും പോയിന്റ് നിലയും ഈ കണ്ണൂർ 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ കണ്ണൂർ എങ്ങനെ എതിരേറ്റു എന്നും അരുൺ നമ്മോടൊപ്പമുണ്ട്. അരുൺ, ഇക്കാര്യത്തെ സംബന്ധിച്ച് അരുൺ നമ്മോട് പറയും. അരുണിലേക്ക്. ലതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 932 പോയിന്റ് എന്ന 932 പോയിന്റിലാണ് നിലവിൽ എത്തി നിൽക്കുന്നത്. വഞ്ചിപ്പാട്ടിൻ്റെ ഹയർ അപ്പീലിൻ്റെ റിസൾട്ട് കൂടിയാണ് നിലവിൽ വന്നത്. ഒരു വലിയ അട്ടിമറിക്കുള്ള സാധ്യതയൊന്നും നിലവിൽ കാണുന്നില്ല. കോഴിക്കോടിന് തന്നെ കലാകിരീടം എന്ന അന്തിമ ഫലസൂചികൾ കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ റിസൾട്ടുകൾ കൂടി നമുക്കൊന്ന് പരിശോധിച്ചാൽ അതിൻ്റെ കൗതുകകരമായ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാവും. അതായത് 56ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ, അതായത് ഈ നിലവിലെ പോയിന്റ് പട്ടിക ഉണ്ടായിരുന്നില്ല ഈ 2 ജില്ലകളെ സംബന്ധിച്ചും. അതായത് അന്ന് അവർക്ക് 912 പോയിന്റ് നേടി പാലക്കാട് 2ാം സ്ഥാനത്തും 908 പോയിന്റ് നേടിയ കണ്ണൂർ 3ാം സ്ഥാനത്തുമായിരുന്നു അന്ന് എത്തിയിരുന്നത്. ശ്രദ്ധിക്കുക, അന്നും കോഴിക്കോടിന് തന്നെയായിരുന്നു കിരീടം എന്നതും ശ്രദ്ധേയമാണ്. അതായത് 3-4 സ്ഥാനങ്ങൾ നേടിയ മലബാർ മേഖല കലോത്സവത്തിൽ ആധിപത്യം അന്ന് ഉറപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം 916 പോയിന്റ് വീതം നേടി കോഴിക്കോടും പാലക്കാടും, അതായത് കോഴിക്കോട് നടന്ന കലോത്സവത്തിൽ 916 പോയിന്റ്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ നിലവിൽ തന്നെ 932 എന്ന പോയിന്റിലേക്ക് നിലവിൽ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നിലവിൽ കണ്ടത്. അതായത് ഈ ക്രമാനുഗതമായി ഓരോ വർഷങ്ങളെ സംബന്ധിച്ച് 4-5 പോയിന്റുകളുടെ വർധനവാണ് നിലവിൽ ഈ കോഴിക്കോട് ജില്ലയ്ക്ക് ഉണ്ടാകുന്നത്. കോഴിക്കോടിനാണെങ്കിലും പാലക്കാടിനാണെങ്കിലും ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 20 ഹയർ അപ്പീലുകളാണ് യഥാർത്ഥത്തിൽ അന്തിമ ഫലസൂചികളിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ച് നിർത്തിയിരിക്കുകയും ചെയ്യുന്നത്. പാലക്കാടിനെ സംബന്ധിച്ച് അവരുടെ അപ്പീൽ ഇനി ഹയർ അപ്പീലിനൊരു സാധ്യതയില്ല, അത് പരിഗണിക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ സാങ്കേതികമായി കോഴിക്കോട് കലാകിരീടത്തിലേക്ക് എന്ന തരത്തിൽ തന്നെയുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. കണ്ണൂരിനെ സംബന്ധിച്ച് അവർ 3ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരിനെ സംബന്ധിച്ച് ഒരു വളരെ വലിയൊരു ചാൻസ് ആയിരുന്നു ഇത്. കാരണം അവരുടെ മണ്ണിൽ, ആതിഥേയരായ കണ്ണൂരിൻ്റെ മണ്ണിൽ അവർക്ക് കലാകിരീടം സ്വന്തമാക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു വലിയ ചാൻസ് ആയിരുന്നു. 3ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. 2000-ൽ ഈ പറഞ്ഞ പോലെ എറണാകുളത്തിനൊപ്പം കണ്ണൂർ കലാകിരീടം നേടിയതിന് ശേഷം അവർ ഇങ്ങനെ ഒരു ഫൈനൽ ലാപ്പിലേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടേ ഇല്ല. ഈ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം കലോത്സവത്തിൻ്റെ ഫൈനൽ ലാപ്പിലേക്ക് അവർ എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കണ്ണൂരിന് യഥാർത്ഥത്തിൽ ഒരു സുവർണ അവസരമാണ് അവരുടെ മണ്ണിൽ നഷ്ടമാകുന്നത് എന്നതുകൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. കാരണം ഇത്രത്തോളം കലോത്സവത്തെ ജനകീയമാക്കിയ ഒരു വലിയ സദസ്സ് ഈ കലോത്സവത്തിൻ്റെ 10 വർഷത്തിനിടയിൽ മറ്റെങ്ങും കാണാനായില്ല. നമുക്കറിയാം, തിരുവനന്തപുരത്താണ് നടന്നിരുന്നത് എങ്കിൽ ശുഷ്കമായ സദസ്സുകളായിരുന്നു. പക്ഷേ പൊരിവെയിലിനെ പോലും വകവെക്കാതെ കലാസ്വാദകരായി വലിയൊരു ജനവിഭാഗം ഇവിടെ തടിച്ചുകൂടിയിരുന്നു. ഇതിന് മുൻപ് ഉണ്ടായത് തിരൂരിലാണ്. 85-ൽ വലിയ ജനവിഭാഗം ഉണ്ടായിരുന്നു. അന്ന് മഞ്ജു വാര്യരടക്കമുള്ളവരെ കലാകേരളത്തിന് സമ്മാനിച്ച, അതിനുശേഷം കണ്ണൂരിലും മഞ്ജു എത്തി കലാതിലകമായി. മലപ്പുറം കലോത്സവത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു ജനവിഭാഗത്തെ കാണാൻ സാധിച്ചത്. അതിനുശേഷം ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഇത്രയും സമ്പന്നമായൊരു കലോത്സവം മറ്റെങ്ങും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം അത്രയ്ക്ക് വലിയ ഓഡിയൻസ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ കലോത്സവത്തെ ജനകീയമാക്കിയ, ഹൃദയത്തിലേറ്റിയ ഒരു ജനതയ്ക്ക് കലാകിരീടം അണിയുക എന്ന വലിയ സുവർണമായൊരു ചാൻസ് കൂടിയാണ് അവരുടെ മണ്ണിൽ നഷ്ടമാകുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് മത്സരമല്ല, ഉത്സവമാണ്. ആ അർത്ഥത്തിൽ കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. എന്തായാലും പുതിയ റിസൾട്ടുകൾ പ്രകാരം, പുതിയ കണക്കുകൾ പ്രകാരം കോഴിക്കോടിന് അനുകൂലമായൊരു സൂചനയാണ് നിലവിൽ ലഭിക്കുന്നത്. കോഴിക്കോട് തന്നെ കലോത്സവത്തിലേക്ക് കലാകിരീടം ചൂടും എന്ന് തന്നെ നമുക്ക് പറയുകയും ചെയ്യാം. തുടർച്ചയായി എനിക്ക് തോന്നും 10ാം തവണ, ഒപ്പം 20ാം തവണ എന്ന ചരിത്ര നേട്ടം കൂടി അവർ കൈയടക്കുന്നു. പാലക്കാടിനെ സംബന്ധിച്ചായിരുന്നെങ്കിൽ ശാസ്ത്രമേള, അതിൽ അവരാണ് കിരീടം ചൂടിയത്. അത്ലറ്റിക് മീറ്റ്, കായികോത്സവം, കായികമേളയായിരുന്നത് കായികോത്സവമായി മാറി. കായികോത്സവത്തിൽ അവരാണ് കിരീടം ചൂടിയത്. അങ്ങനെ നോക്കുമ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് ഈ കലാകിരീടം കൂടി നേടിയിരുന്നെങ്കിൽ ഒരു സുവർണ ഹാട്രിക് എന്ന നിലയിലേക്ക് അവരെ സംബന്ധിച്ച് പോകുമായിരുന്നു. പക്ഷേ അതുണ്ടാവാനുള്ള സാധ്യതയും എന്തായാലും കുറവാണ്. നേരത്തെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുൻപ് ഉത്തര മലബാർ എന്ന പേരിലാണ് പാലക്കാട് ഇതിനു മുമ്പ് കലാകിരീടം ചൂടിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ പ്രസ്താവിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു പൊതുസമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ വേദിയിൽ പുരോഗമിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഈ അപ്പീൽ സംബന്ധിച്ച് അന്തിമ ഫലസൂചികകൾ കൂടി അല്പസമയത്തിനകം നമുക്ക് ലഭിക്കും. എന്തായാലും കോഴിക്കോടിന് കലാകിരീടം എന്ന തരത്തിലുള്ള വാർത്തകൾ
വാർത്തകൾ തന്നെയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ലതീഷ്, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയത്തിനകം സമാപന സമ്മേളനം ആരംഭിക്കും. സമാപന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം അണിയറയിൽ പുരോഗമിക്കുകയാണ്. അന്തിമ മത്സര ഫലത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സംഘാടകർ. അതുകൊണ്ട് തന്നെ ഈ മത്സര ഫലത്തിന്റെ ഒരു അവസാന മത്സര ഫലം വന്നതിന് ശേഷം ഈ ഒന്നാം സ്ഥാനം ലതീഷ്, പരാതിരഹിതമായ ഒരു സംഘാടനമായിരുന്നു സംഘാടകർ ലക്ഷ്യമിട്ടിരുന്നത്. ഏറെ ഒന്നും പരാതികളും വന്നില്ല. കുച്ചിപ്പുടി മത്സരത്തിലെ ഒരു വിജിലൻസ് അന്വേഷണത്തിനപ്പുറത്തേക്ക് അപ്പീലുകൾ വന്നു, പിന്നെ സമയക്രമത്തിലുണ്ടായ ചില താളപ്പിഴകൾ, ഇതിനപ്പുറത്തേക്ക് വലിയ പരാതികളൊന്നും വന്നില്ല. ഈ സംഘാടനത്തെ എങ്ങനെ വിലയിരുത്താൻ കഴിയും ഈ അവസാന നിമിഷത്തിൽ? സംഘാടനം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം. മികച്ച ഒരു സംഘാടനം തന്നെയാണ് സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്ന് കണ്ണൂർ കലോത്സവത്തിൽ ഉണ്ടായത്. ജോർജറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യമായ പരാതികളൊന്നുമില്ലാതെയാണ് ഇത്തവണ കലോത്സവം 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങിയത്. സാധാരണ നാടക വേദികൾ ഉൾപ്പെടെ വലിയ പരാതികൾ ഉയരുന്ന സാഹചര്യം, സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ നമ്മൾ തന്നെ ഇതിനു മുമ്പുള്ള കലോത്സവങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഇത്തവണ കലോത്സവത്തിന് കൊടിയിറങ്ങുന്നത്. സംഘാടനത്തിൻ്റെ മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കലാസ്വാദകരുടെ സമ്പന്നമായ സദസ്സിനൊപ്പം തന്നെ സംഘാടന മികവ് കൂടി 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രത്യേകതയായി നാം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഹരിത കലോത്സവമായി 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കിയ ഒരു കലോത്സവം. ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ജാഗ്രത എല്ലാ ഭാഗത്തും എത്തിയ ഒരു സാഹചര്യവും ഇവിടെ കലോത്സവത്തിൽ ഉണ്ടായിരുന്നു. പ്രധാന വേദിയിലേക്ക്, സമാപന സമ്മേളന വേദിയിലേക്ക് വിശിഷ്ടാതിഥികൾ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KV മോഹൻകുമാർ, അതേപോലെ തന്നെ ഇന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുമേഷ്, അതേപോലെ തന്നെ MLA മാർ, മറ്റു ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഒന്നാമത്തെ വേദിയായ നിളയിലേക്ക്, സമാപന സമ്മേളന വേദിയിലേക്ക് എത്തുന്നു. അല്പസമയത്തിനകം തന്നെ സമാപന സമ്മേളനം ഇവിടെ ആരംഭിക്കും. ഈ വലിയൊരു സദസ്സിന് മുന്നിലാണ് സമാപന സമ്മേളനവും നടക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരി തെളിയിക്കുമ്പോൾ കണ്ട അതേ ആൾക്കൂട്ടം, അതേ ആവേശത്തോടു കൂടി ഈ സമാപന സമ്മേളന നഗറിലും എത്തിയത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും ഈ 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ കലാകിരീടം ആർക്ക് എന്നത് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. കോഴിക്കോട് കിരീടം ഉറപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വഞ്ചിപ്പാട്ട് മത്സരത്തിൽ A ഗ്രേഡ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. A ഗ്രേഡ് നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ കോഴിക്കോടിന് തന്നെയായിരിക്കും കിരീടം. കോഴിക്കോട് ഇത് തുടർച്ചയായ 11ാം കിരീടത്തിലാണ് മുത്തമിടുന്നത്. 2 തവണ ഇതിനിടയിൽ അവർ ഒരു തവണ എറണാകുളവുമായും മറ്റൊരു 2 വർഷം മുമ്പ് പാലക്കാടുമായും കിരീടം പങ്കിടുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇത്തവണ കോഴിക്കോടിന് ശക്തമായ വെല്ലുവിളി തന്നെയായിരുന്നു എല്ലാ സ്റ്റേജിലും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. പാലക്കാട് പല ഘട്ടത്തിലും ഒന്നാമതെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ശക്തമായ തിരിച്ചുവരവ്, അല്ലെങ്കിൽ ആതിഥേയ ജില്ലയായ സ്വന്തം നാട്ടിൽ നിന്ന് കൈവിട്ട കലാകിരീടം തിരിച്ചുപിടിക്കാനുള്ള ഏറ്റവും ആവേശകരമായ പോരാട്ടം കണ്ണൂർ ജില്ലയും പുറത്തെടുത്തു. എന്നാൽ ഹയർ അപ്പീലുകൾ കോഴിക്കോടിന് തുണയായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങിയ മത്സരത്തിൽ കലാകിരീടം കോഴിക്കോടിന് തന്നെ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക ഫലപ്രഖ്യാപനം ഉണ്ടാകും. സമാപന സമ്മേളനം ഒപ്പം തന്നെ ഓർത്തെടുക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കണ്ണൂർ ഇത്രത്തോളം ജനപങ്കാളിത്തത്തോടെ കലോത്സവത്തെ പിന്തുണയ്ക്കുമ്പോൾ ഇതിനിടയിൽ കറുത്ത പാടായി ഹർത്താൽ കടന്നു വന്ന ഒരു കലോത്സവം കൂടിയാണ് കടന്നു പോകുന്നത്. കണ്ണൂർ ജനത ഈ കാര്യങ്ങളെയൊക്കെ ഏത് തരത്തിലാണ് കണ്ടത്? ഒപ്പം തന്നെ ഏത് തരത്തിലാണ് ഈ അവസാന നിമിഷവും പിന്തുണയ്ക്കുന്നത്? ഹർത്താൽ ദിനത്തിൽ കലോത്സവത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിലായിരുന്നു ഇവിടെ സംഘാടകരുടെ അതിനുള്ള തയ്യാറെടുപ്പ്. കലോത്സവത്തെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. BJP പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു ഹർത്താൽ നടത്തിയത്. എന്നാൽ ഹർത്താൽ അലങ്കോലമാക്കാനുള്ള ചില ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവർ ഈ ഒന്നാമത്തെ വേദിയിലേക്ക് നിലയ്ക്ക് മുന്നിലൂടെയുള്ള റോഡിലൂടെ പ്രകടനം നടത്തുകയും അതേപോലെ തന്നെ അവരുടെ പ്രവർത്തകന്റെ
മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഈ റോഡിലൂടെ തന്നെ പോകണമെന്ന് വാശി പിടിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിൽ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയ ഒരു ഘട്ടവും ഉണ്ടായിരുന്നു. എന്നാൽ കലോത്സവത്തെ ഈ സംഘർഷം 57ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങുകളാണ് കണ്ണൂരിൽ നടക്കുന്നത്. അല്പസമയത്തിനകം ചടങ്ങുകൾ ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥാണ് അധ്യക്ഷത വഹിക്കുന്നത്. ജനപ്രതിനിധികളൊക്കെ തന്നെ എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ കലോത്സവത്തിന് വിട നൽകാൻ കണ്ണൂർ ജനത ഒന്നാം വേദിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പോയിന്റ് നിലയിൽ കോഴിക്കോടാണ് മുന്നിൽ നിൽക്കുന്നത്. 932 പോയിന്റുമായി കോഴിക്കോട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. തൊട്ടു പിന്നിലായി 929 പോയിന്റുമായി പാലക്കാട് രണ്ടാം സ്ഥാനത്ത് നിലനിൽക്കുകയാണ്. കണ്ണൂർ മൂന്നാം സ്ഥാനത്ത് ഉണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. 11ാമത് സ്വർണ്ണ കിരീടത്തിൽ 11ാം തവണ തുടർച്ചയായി 11ാം തവണ കിരീടം നേടാനുള്ള ശ്രമത്തിലാണ് കോഴിക്കോട്. ഹയർ അപ്പീലുകളുടെ വിധി കൂടിയാണ് ഇനി വരാനുള്ളത്. ഏതായാലും ലതീഷ് തത്സമയം ചേരുകയാണ്. ലതീഷ്, ചടങ്ങുകൾ ആരംഭിക്കാറായോ? ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ, ഒപ്പം തന്നെ അടുത്ത കലോത്സവത്തെ പറ്റിയുള്ള എന്തെങ്കിലും, ഏത് വേദിയിലായിരിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ജോർജറ്റ്, കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. സമാപന സമ്മേളനം നടക്കുന്ന നിലയിലേക്ക് വിശിഷ്ടാതിഥികൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു. അവർ വേദിയിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി, അതേപോലെ തന്നെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, സംഘാടക സമിതി ചെയർമാൻ കൂടിയായ കണ്ണൂരിൻ്റെ MLA മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ്, MLA മാർ, അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികൾ, അതേപോലെ അതിൻ്റെ സാരഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ വേദിയിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ DP KV മോഹൻകുമാറും ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് അടുത്ത കലോത്സവത്തിൻ്റെ സ്ഥലം തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ കലോത്സവത്തിൻ്റെ ഏത് വേദി എവിടെയായിരിക്കും കലോത്സവം എന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രി വേദിയിൽ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഹയർ അപ്പീലിൻ്റെ മത്സരഫലം അല്പസമയത്തിനകം വരും. അതിനുശേഷം ആർക്കായിരിക്കും കലാകിരീടം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കോഴിക്കോട് കലാകിരീടം ഉറപ്പിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഔദ്യോഗികമായ ഫലപ്രഖ്യാപനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ജോർജറ്റ്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. മുഖ്യാതിഥിയായി രമേശ് ചെന്നിത്തല വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥാണ് അധ്യക്ഷത വഹിക്കുന്നത്. കോഴിക്കോട് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. പാലക്കാട് രണ്ടാം സ്ഥാനത്തും കണ്ണൂർ മൂന്നാം സ്ഥാനത്തും തൃശൂർ നാലാം സ്ഥാനത്തുമാണ് ഇപ്പോൾ പോയിന്റ് നിലവാരത്തിൽ ഉള്ളത്. ഹയർ അപ്പീലുകളുടെ റിസൾട്ട് കൂടി പുറത്തു വന്നെങ്കിൽ മാത്രമേ ആരായിരിക്കും ഇത്തവണ സ്വർണ്ണക്കപ്പിൽ മുത്തമിടൂ എന്ന് സ്ഥിരീകരിക്കാൻ ആവുകയുള്ളൂ. കഴിഞ്ഞ 10 തവണയും കിരീടം നേടിയ കോഴിക്കോട് 11ാം തവണ സ്വർണ്ണക്കപ്പിൽ മുത്തമിടാനുള്ള ശ്രമത്തിലാണ്. 17 തവണയാണ് ചരിത്രത്തിൽ ഇതുവരെ കോഴിക്കോട് കിരീടം നിലനിർത്തിയിട്ടുള്ളത്. പാലക്കാട് 2 തവണ കിരീടം സ്വന്തമാക്കിയിരുന്നു. കണ്ണൂർ 3 തവണയാണ് കലോത്സവ കിരീടത്തിൽ മുത്തമിട്ടത്. ഇത്തവണ തുടർച്ചയായ 11ാം കിരീടം ലക്ഷ്യമിട്ടാണ് കണ്ണൂർ നീങ്ങുന്നത്. ഒന്നാം സ്ഥാനത്ത് തന്നെ പോയിന്റ് നിലയിൽ കോഴിക്കോട് ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്ന പോയിന്റ് നിലയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്പസമയത്തിനകം സമാപന സമ്മേളനം ആരംഭിക്കും. വേദിയിൽ പ്രമുഖരൊക്കെ എത്തിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്, ശ്രീമതി ടീച്ചർ MP, ഒപ്പം തന്നെ MLA മാർ, പ്രാദേശിക ജനപ്രതിനിധികളൊക്കെ തന്നെ വേദിയിലെത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ പൊതു ഡയറക്ടർ ഉൾപ്പെടെയുള്ള പ്രമുഖർ, കലാകാരന്മാർ ഉൾപ്പെടെയുള്ളവർ വേദിയിൽ എത്തിയിട്ടുണ്ട്. പ്രൊഫസർ മജീഷ്യൻ മുതുകാട് അടക്കമുള്ളവർ ഇപ്പോൾ വേദിയിലെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 57ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങുകൾ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി ലതീഷിലേക്ക് പോകുന്നു. ലതീഷ്, സമാപന ചടങ്ങുകൾ എന്തൊക്കെയാണ് അജണ്ട? ഏതൊക്കെ കലാകാരന്മാർ, ഒപ്പം തന്നെ പ്രമുഖർ, ആരൊക്കെ അവിടെ സന്നിഹിതരായിട്ടുണ്ട്? ജോർജറ്റ്, പോയിന്റ് നിലയിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ സ്ഥാനങ്ങളിൽ മാറിയിട്ടില്ല. കോഴിക്കോട് ജില്ലയ്ക്ക് 937 പോയിന്റാണുള്ളത്. പാലക്കാടിന് 934, കണ്ണൂരിന് 933. അതായത് വഞ്ചിപ്പാട്ട് മത്സരത്തിന്റെ ഫലം വന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. എന്നാൽ ഹയർ അപ്പീലിന്റെ കാര്യം കൂടി ഇനി വരേണ്ടിയിരിക്കുന്നു. ലീഡിംഗ്
ജില്ലകൾ എന്നുള്ള നിലയിലാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഈ മത്സരഫലം ഇപ്പോൾ പുറത്തുവിടുന്നത്. കോഴിക്കോട് 937, പാലക്കാട് 934, കണ്ണൂർ 933, തൃശൂർ 921, മലപ്പുറം 907, കോട്ടയം 880, എറണാകുളം 879, ആലപ്പുഴ 867, കൊല്ലം 866, വയനാട് 854, തിരുവനന്തപുരം 844, കാസർഗോഡ് 817, പത്തനംതിട്ട 770, ഇടുക്കി 750 എന്നിങ്ങനെയാണ് അവസാന പോയിന്റ് നിലയായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗിക സംവിധാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഹയർ അപ്പീലിൻ്റെ ഒരു തീരുമാനം കൂടി വന്ന ശേഷം കലാകിരീടം കോഴിക്കോട് നിന്ന് നമുക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഹൈസ്കൂൾ വിഭാഗത്തിൽ ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ 113 പോയിന്റോടെയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള കുമാരമംഗലം MKNHSS ആണ് 124 പോയിന്റോടെ ഒന്നാമതെത്തിയത്. അറബിക് കലോത്സവത്തിൽ തൃശൂർ, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾ 95 പോയിന്റുമായി ഒന്നാമതെത്തിയപ്പോൾ പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകൾ 91 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തി. സംസ്കൃതോത്സവത്തിൽ കണ്ണൂർ, മലപ്പുറം, എറണാകുളം, കാസർഗോഡ് ജില്ലകൾ 95 പോയിന്റുമായി ഒന്നാമതെത്തിയപ്പോൾ തൃശൂർ ജില്ലയ്ക്കാണ് 91 പോയിന്റ് ലഭിച്ച് രണ്ടാമതെത്തിയത്. അല്പസമയത്തിനകം തന്നെ സമാപന സമ്മേളനം ആരംഭിക്കും. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുക. പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് സമാപന സമ്മേളനത്തിലെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത്. പ്രൊഫസർ സി രവീന്ദ്രനാഥ്, വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അടക്കമുള്ള പ്രമുഖർ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. MP-മാർ, MLA-മാർ, അതേപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികൾ, അതിൻ്റെ തലവന്മാർ, കണ്ണൂർ കോർപ്പറേഷൻ മേയർ തുടങ്ങിയവർ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രൗഢഗംഭീരമായ ഒരു സദസ്സും ഈ കണ്ണൂരിൻ്റെ 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വിട ചൊല്ലുന്ന ഈ അവസാന മണിക്കൂറുകളിലും പ്രൗഢഗംഭീരമായ ഒരു സദസ്സിനെയും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ എന്തുകൊണ്ടും സംഘടന മികവുകൊണ്ടും എല്ലാം കൊണ്ടും ഏറ്റവും വിജയം അടുത്ത കലാമാമാങ്കം തൃശ്ശൂരിലായിരിക്കും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കാനാവുമോ? സാംസ്കാരിക നഗരമായ തൃശ്ശൂർ എത്തരത്തിലായിരിക്കും അടുത്ത വർഷം കലോത്സവത്തെ വരവേൽക്കുക? അടുത്ത വർഷത്തെ 58ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം പുതിയ മാനുവൽ പ്രകാരമായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു സാധ്യത നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നു. അത്തരത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. എന്നാലും അതിൻ്റെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായി. स्वस्ति हे सूर्यदे स्वस्ति स्वस्ति हे सूर्यदे स्वस्ति മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിന്തപ്ത ദീപ്തമാം അക്ഷയ പാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരിത്തിരി ചുടുപാൽ വെളിച്ചം കൊടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചു ഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം. ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചു ഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം, ജീവന്റെ ഉന്മത്ത നൃത്തം, ജീവന്റെ ഉന്മത്ത നൃത്തം. പൂവുകളിലടിവച്ചു പുഴകളിൽ നീരാടി പൊളിനഹരിതങ്ങളിൽ തളികകൾ നിറച്ചു. പൂവുകളിലടിവച്ചു പുഴകളിൽ നീരാടി
സ്വരജതികളുരുവിട്ടു കുളിരിന്റെ കുടമോതി തെങ്ങിന്റെ തിരുചടയിൽ ഇളനീരൊളിപ്പിച്ചു കദളിയുടെ ഒരു മുലക്കൂമ്പു കൊണ്ടൊന്നല്ല പത്തല്ല മണ്ണിന്റെ ഉണ്ണികളെയൊക്കെ അമൃതൂട്ടുവാൻ പട്ടിന്റെ മോളകൾ തെറുതേറ്റി നിൽക്കുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം പട്ടിന്റെ മോളകൾ തെറുതേറ്റി നിൽക്കുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം ജീവന്റെ ഉന്മത്ത നൃത്തം ജീവന്റെ ഉന്മത്ത നൃത്തം വിത്തിനെ മഹാവൃക്ഷമാക്കുന്ന വൃക്ഷത്തിൽ വിത്തുകൾ നിറയ്ക്കുന്ന കാറ്റിന്റെ കൈകളിലെടുത്തവയെ എമ്പാടുമായി കുടിയിരുത്തി ഇടിവെട്ടി മുള പൊട്ടി ഇല നീട്ടി വെയിൽ മോന്തി ശതശാഖികൾ പടർത്തിയൊരു കാടിന്റെ സാന്ദ്രഹരിതാപമാം ദൃശ്യമാം സംഗീതമാകുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം ഇടിവെട്ടി മുള പൊട്ടി ഇല നീട്ടി വെയിൽ മോന്തി ശതശാഖികൾ പടർത്തിയൊരു കാടിന്റെ സാന്ദ്രഹരിതാപമാം ദൃശ്യമാം സംഗീതമാകുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം ജീവന്റെ ഉന്മത്ത നൃത്തം ജീവന്റെ ഉന്മത്ത നൃത്തം ജീവന്റെ ഉന്മത്ത നൃത്തം എങ്ങും വെളിച്ചം വെളിച്ചം വെളിച്ചമി മണ്ണിലാവെണ്ണിലെൻ കണ്ണിലെൻ ജീവനിൽ എങ്ങും വെളിച്ചം വെളിച്ചം വെളിച്ചമി മണ്ണിലാവെണ്ണിലെൻ കണ്ണിലെൻ ജീവനിൽ എന്റെ സ്വപ്നങ്ങളിൽ എൻ ചുണ്ടിലുയലാടുന്നൊരീണങ്ങളിൽ എന്നങ്കണത്തിലും എന്നെ അടുപ്പിലും എന്നയൽ വീട്ടിലും എല്ലാ മനസ്സിലും എല്ലാ മനസ്സിലും എല്ലാ മൊഴിയിലും എല്ലാ മുഖത്തുമിൻ എല്ലാ മിഴിയിലും എങ്ങും മനുഷ്യന്റെ ചിത്തവും ചൂരുമുണ്ടങ്ങിങ്ങുമെന്നും എല്ലാ മനസ്സിലും എല്ലാ മുഖത്തുമിൻ എല്ലാ മിഴിയിലും എല്ലാ മൊഴിയിലും എങ്ങും മനുഷ്യന്റെ ചിത്തവും ചൂരുമുണ്ടങ്ങിങ്ങുമെന്നും നമ്മൾ തേടുന്ന ജീവിതവും ആനന്ദവുമൊത്ത് പറകൊട്ടിയോതുവാൻ ഞാനിവിടെ നിൽക്കവേ നമ്മൾ തേടുന്ന ജീവിതവും ആനന്ദവുമെന്ന് പറകൊട്ടിയോതുവാൻ ഞാനിവിടെ നിൽക്കവേ ഹേ സൂര്യ നീ എന്റെ വാക്കിന്റെ തിരിയിൽ നിന്നെരിയുന്നു നീ എന്റെ വാക്കായി നിന്നെരിയുന്നു മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ സുസ്നേഹമൂർത്തിയാം സൂര്യ സുസ്നേഹമൂർത്തിയാം സൂര്യ സ്വസ്തി ഹേ സൂര്യനേ സ്വസ്തി സ്വസ്തി ഹേ സൂര്യനേ സ്വസ്തി സ്വസ്തി ഹേ സൂര്യനേ സ്വസ്തി
സംഗീത സാഹിത്യ നൃത്യ നാട്യ നടന പെരുമയ്ക്ക് രാഗവും ഭാവവും താളവും നൽകി കൈരളി പൈതൃകത്തിന് പുണ്യം ചാർത്തിയ 57ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങിന്റെ സ്വാഗത ഭാഷണം നടത്തുന്നു ഈ മഹാമേളയുടെ ജനറൽ കോർഡിനേറ്ററും കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ബഹുമാന്യനായ ഡയറക്ടറുമായ ശ്രീ KV മോഹൻകുമാർ IAS. ശ്രീ KV മോഹൻകുമാർ സറവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പുതിയൊരു ദിശാബോധത്തോടെ നയിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് അവർകൾ, ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം കുറിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, കഴിഞ്ഞ 7 ദിവസവും ഈ കലോത്സവം വലിയ വിജയമാക്കുന്നതിന് സംഘാടക സമിതിക്ക് നേതൃത്വം നൽകിയ ഞങ്ങളുടെ ആരാധ്യനും ബഹുമാന്യനുമായ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി, ഇന്നത്തെ വിശിഷ്ടാതിഥി കേരളത്തിൻ്റെ അഭിമാനമായ ലോക മാജിക്കിലെ വിസ്മയമായ മജീഷ്യൻ ശ്രീ ഗോപിനാഥ് മുതുകാട്, ബഹുമാന്യായ കണ്ണൂർ മേയർ കുമാരി EP ലത, ബഹുമാന്യായ ശ്രീമതി PK ശ്രീമതി ടീച്ചർ MP, ബഹുമാന്യരായ MLA മാർ, മുൻ മന്ത്രി കൂടിയായ ബഹുമാന്യനായ ശ്രീ KC ജോസഫ് സർ, ശ്രീ ജെയിംസ് മാത്യു അവർകൾ, ശ്രീ രാജഗോപാൽ, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ KV സുമേഷ്, ഡെപ്യൂട്ടി മേയർ ശ്രീ PK രാഗേഷ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി PP ദിവ്യ, വേദിയിലിരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, സദസ്സിലെ പ്രിയമുള്ള നാട്ടുകാരെ, മാധ്യമ രംഗത്തെ പ്രിയ സുഹൃത്തുക്കളെ, മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, അൻപത്തിയേഴാമത് കേരള സ്കൂൾ കലോത്സവത്തെ ഒരു ദേശത്തിൻ്റെ ഉത്സവമാക്കി മാറ്റിയ കണ്ണൂരിലെ സഹൃദയരായ ജനങ്ങളെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടിയും സംഘാടക സമിതിക്ക് വേണ്ടിയും ഞാൻ ആദ്യമേ നമിക്കുകയാണ്. കലോത്സവത്തിലെ 20 വേദികൾക്കും കേരളത്തിലെ നദികളുടെ പേര് ഞങ്ങൾ നിശ്ചയിച്ചപ്പോൾ ഈ കലോത്സവ നദികൾ വറ്റി വരളുന്ന കാഴ്ച കാണേണ്ടി വരുമോ എന്ന് ഒരു മാധ്യമ സുഹൃത്ത് തമാശ രൂപേണയെങ്കിലും ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ നദികളൊക്കെയും കരകവിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 7 ദിവസമായിട്ട് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഹരിത നയം മുഖമുദ്രയാക്കി പ്രകൃതിയോടും പരിസ്ഥിതിയോടും സൗഹൃദം പ്രഖ്യാപിച്ച കലോത്സവം എന്ന ഖ്യാതിയും ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ കൗമാര കലോത്സവം സ്വന്തമാക്കി എന്ന് പറയാൻ സന്തോഷമുണ്ട്. 7 നാൾ രാവും പകലും ഭേദമില്ലാതെ കണ്ണൂർ നഗരത്തെ കലാസാന്ദ്രമാക്കിയ ഈ കലോത്സവം ഇന്നിവിടെ കൊടിയിറങ്ങുമ്പോൾ അവശേഷിക്കുന്നത് വലിയൊരു കൂട്ടായ്മയുടെ ഊഷ്മളമായ ഓർമ്മകളും ഒപ്പം വേർപിരിയലിൻ്റെ നൊമ്പരങ്ങളുമാണ്. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം അപ്പീലുകളിൽ നിന്ന് വന്ന പ്രതിഭകളുടെ പങ്കാളിത്തം കൂടിയായപ്പോൾ ഏതാണ്ട് 15,000 വിദ്യാർത്ഥികളുടെ കലാപ്രകടനം കൊണ്ട് ധന്യമായി മാറി ഈ കലോത്സവം. എങ്കിലും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥും അതുപോലെ നമ്മുടെ സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളിയും നൽകിയ നേതൃത്വത്തിൽ കണ്ണൂരിലെ ബഹുമാന്യരായ MP മാരും MLA മാരും നഗരസഭാ അധ്യക്ഷ കുമാരി EP ലതയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KV സുമേഷും സമാദരണീയരായ മറ്റ് ജനപ്രതിനിധികളും എല്ലാവരും അധ്യാപക സംഘടനാ സാരഥികളും
ജില്ലാ കലക്ടറും പോലീസ് മേധാവിയും എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഈ കലോത്സവത്തിൻ്റെ വിജയത്തിനായി ഒത്തൊരുമിച്ചപ്പോൾ 57ാമത് കേരള സ്കൂൾ കലോത്സവം ഒരു അവിസ്മരണീയമായ ഒരു വിസ്മയ അനുഭവമായി മാറി എന്ന് പറയാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കലോത്സവത്തെ ലോകത്തിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച പത്ര, ദൃശ്യ, ശ്രാവ്യ, ഓൺലൈൻ മാധ്യമരംഗത്തെ പ്രിയ സുഹൃത്തുക്കളും ഞങ്ങളോടൊപ്പം ഒത്തുകൂടിയപ്പോൾ തീർത്തും ഈ കലോത്സവം ഒരു വലിയ വിജയമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഒരു അനുഭവം എന്നതിലുപരി വരുംകാല കലോത്സവങ്ങൾ എങ്ങനെ വിജയപ്രദമാക്കി നടത്താം എന്നതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പാഠപുസ്തകം എന്ന നിലയ്ക്ക് കണ്ണൂരിൽ നടന്ന ഈ ജനകീയ കലോത്സവത്തെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അനുഭവം ഞങ്ങൾക്കൊരു പാഠപുസ്തകമാണ്. ഭക്ഷണത്തിനുള്ള വിഭവങ്ങൾ പോലും കണ്ണൂരിലെ സ്കൂൾ വിദ്യാർത്ഥികൾ സംഭരിച്ച് ഭക്ഷണശാലയിൽ എത്തിച്ചപ്പോൾ ഒരു വലിയൊരു കൂട്ടായ്മ, വിദ്യാർത്ഥി ലോകത്തിൻ്റെ വലിയൊരു കൂട്ടായ്മയുടെ ഊഷ്മളമായ അനുഭവമാണ് ഞങ്ങളോടൊപ്പം അവർ പങ്കുവെച്ചത്. അതുപോലെ മാതൃഭൂമി, സീഡ് ഉൾപ്പെടെ മാധ്യമരംഗത്ത് ഒരുപാട് സൗഹൃദങ്ങൾ ഞങ്ങൾക്ക് ഈ കലോത്സവത്തിൻ്റെ നടത്തിപ്പിന് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. മറ്റ് പൊതുജന സംഘടനകളിൽ നിന്നുമൊക്കെ ഒരുപാട് സഹകരണം ഈ രംഗത്തുണ്ടായി. തുണിസഞ്ചികൾ സമ്മാനിച്ച് വിവിധ സംഘടനകൾ ഈ നമ്മുടെ ഹരിതനയം നടപ്പാക്കുന്നതിൽ ഈ കലോത്സവ സംഘാടക സമിതിയോടൊപ്പം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. ഇത്തരമൊരു വിജയഗാഥ പാടിക്കൊണ്ടാണ് കഴിഞ്ഞ 7 ദിവസമായി ഈ കലോത്സവം ഇവിടെ കണ്ണൂരിൻ്റെ മണ്ണിൽ അരങ്ങേറി വരുന്നത്. ഈ കലോത്സവത്തിന് ഇന്നിവിടെ കൊടിയിറങ്ങുന്ന ഈ വേളയിൽ ഈ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം വഹിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് പുതിയ ദിശാബോധം കുറിച്ചുകൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശാക്തീകരിക്കുന്നതിനുള്ള നവീനമായ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ നയിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അവറുകളാണ്. അദ്ദേഹത്തെ നിറഞ്ഞ ഹൃദയത്തോടെ സാദരം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തല അവറുകളാണ്. ഈയിടെ ഒരു യോഗത്തിൽ ഒരുമിച്ച് പങ്കെടുക്കാൻ അവസരം കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അപാരമായ വായനയെക്കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. മലയാള സാഹിത്യത്തിലും ഇംഗ്ലീഷ് സാഹിത്യത്തിലും പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കാൻ പൊതുജീവിതത്തിൻ്റെ തിരക്കിനിടയിലും അദ്ദേഹം കാണിക്കുന്ന താല്പര്യം എന്നെ ഒട്ടൊന്ന് അത്ഭുതപ്പെടുത്തി. അദ്ദേഹം ശുപാർശ ചെയ്ത 2 പുസ്തകങ്ങൾ അദ്ദേഹം എനിക്ക് വായിക്കാനായിട്ട് കൊടുത്തു വിടുകയും ചെയ്തു. ഇത്രയേറെ വായനയുടെ ലോകത്തും അതുപോലെ സാംസ്കാരിക ലോകത്തും കണ്ണ് പായിക്കുന്ന, മനസ്സർപ്പിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ വളരെ ആദരപൂർവ്വം നിറഞ്ഞ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മാജിക്കിനുള്ള ഓസ്കാർ പ്രൈസ് എന്നറിയപ്പെടുന്ന മെർലിൻ അവാർഡ് നേടിയ മാജിക് ലോകത്തിലെ വിസ്മയ കാഴ്ചയായ ശ്രീ ഗോപിനാഥ് മുതുകാടാണ്. അദ്ദേഹത്തെ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ സംഘാടക സമിതി ചെയർമാൻ ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ അവറുകൾ നമ്മുടെ ബഹുമാന്യനായ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിയെ സ്വാഗതം ചെയ്യുന്നത് ഔപചാരികതയുടെ പേരിലാണ്. കാരണം ഈ സംഘാടക സമിതിക്ക് നേതൃത്വം നൽകുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വമാണ് ഈ കലോത്സവം ഒരു വലിയ വിജയമാക്കി തീർക്കാൻ നമ്മളെ സഹായിച്ചത്. നിങ്ങളിൽ പലരും ഇവിടെ ഈ വേദികളിൽ സന്നിഹിതരായ പലരും കണ്ടിട്ടുണ്ടാവും. രാത്രി 1 മണിക്കും 2 മണിക്കും എല്ലാം ഉറക്കമൊഴിച്ച് എല്ലാ വേദികളിലൂടെയും ഓടി നടന്ന് ഇവിടുത്തെ പാകപ്പിഴകൾ എന്തൊക്കെയാണ്, പോരായ്മകൾ എന്തൊക്കെയാണെന്ന് കണ്ടറിഞ്ഞ് അതെല്ലാം പരിഹരിക്കാൻ അന്നേരം ഞങ്ങൾക്ക് നിർദ്ദേശം നൽകി ഈ കലോത്സവത്തിൽ വലിയ വിജയമാക്കിയ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എനിക്ക് പലപ്പോഴും അതിശയം തോന്നിയിട്ടുണ്ട്. ഈ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ 15,000-ഓളം വിദ്യാർത്ഥികളെക്കാൾ ചൊറിയുറുക്കോടെയാണ് അദ്ദേഹം ഒരു യുവാവിൻ്റെ പ്രസരിപ്പോടെ ഈ കലോത്സവ വേദികൾ അദ്ദേഹം ഓടി നടന്നത്. പല സങ്കീർണ ഘട്ടങ്ങളിലും ചില അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ കണ്ണൂരിൽ അരങ്ങേറിയപ്പോൾ പോലും ഈ കലോത്സവത്തിൻ്റെ നടത്തിപ്പ് എങ്ങനെയാവുമെന്ന ആശങ്ക ഞങ്ങൾ ഉണ്ടായ സമയത്ത് പോലും രാത്രി 1 മണിക്കും 2 മണിക്കുമൊക്കെ യോഗം ചേർന്ന് അപ്പോൾ ലഭ്യമായിരുന്ന അംഗങ്ങളെ വിളിച്ചുകൂട്ടി യോഗം ചേർന്ന് പിറ്റേന്ന് അടുത്ത ദിവസത്തെ നമ്മൾ എങ്ങനെ മുൻകരുതൽ എടുക്കണം, എങ്ങനെയാണ് അടുത്ത ദിവസത്തെ കലോത്സവം നടത്തേണ്ടത് എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ
താല്പര്യത്തോടെ ചർച്ച ചെയ്ത് അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനുമെല്ലാം ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ചെയർമാനാണ്. അദ്ദേഹത്തെ നിറഞ്ഞ സന്തോഷത്തോടെ വളരെ ആവേശത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട PK ശ്രീമതി ടീച്ചർ MP ഒരു MP എന്നതിന് ഉപരി കണ്ണൂർക്കാരി എന്ന നിലയിൽ ഈ കലോത്സവത്തിൻ്റെ വിജയത്തിനായിട്ട് തുടക്കം മുതൽ ഈ സംഘാടക സമിതിയുടെ രൂപീകരണം മുതൽ സംഘാടക സമിതിയോടൊപ്പം പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ എല്ലാ ദിവസവും വൈകുന്നേരം ചേരുന്ന സംഘാടക സമിതി യോഗങ്ങളിൽ പോലും കഴിയുന്നതും മുടങ്ങാതെ വന്നെത്തിച്ചേരാറുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീമതി ടീച്ചറെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുൻ മന്ത്രിയും ഇരിക്കൂറിലെ ജനപ്രതിനിധിയുമായ ബഹുമാനപ്പെട്ട KC ജോസഫ് സാറ് MLA ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൃക്കരിപ്പൂർ MLA ശ്രീ രാജഗോപാലൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംഘാടക സമിതിയുടെ ഭാഗമായ റിസപ്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വം വഹിച്ച ബഹുമാന്യനായ MLA ശ്രീ ജെയിംസ് മാത്യു അവരുടെ ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നഗരസഭാ അധ്യക്ഷ കുമാരി EP ലതയെ നമ്മുടെ സംഘാടക സമിതിയുടെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഗണത്തിൽ ഞങ്ങളോടൊപ്പം സ്ഥിരമുണ്ടാവുന്ന ഒരു 10ഓളം പേരിൽ ഒരാളായിരുന്നു നമ്മുടെ ബഹുമാന്യായ മേയർ. രാവിലെ മുതൽ രാത്രി വരെ ഏതാണ്ട് പുലരുവോളം ഈ സമ്മേളനം നമ്മുടെ കലോത്സവ വേദികളിലെല്ലാം ഓടി നടന്ന് ഈ സംഘാടനത്തിന് ഊർജം പകർന്നിരുന്ന നമ്മുടെ ബഹുമാന്യായ മേയറെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കരനായ യുവത്വത്തിൻ്റെ പ്രതീകമായ ശ്രീ KV സുമേഷ്, അദ്ദേഹവും സംഘാടന സമിതിയുടെ നേതൃത്വത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാപകൽ ഈ കലോത്സവത്തിൻ്റെ വിജയത്തിനായിട്ട് കഴിഞ്ഞ ഒരു 10ഓളം ദിവസങ്ങളായിട്ട് ഉറക്കം പോലും ഒഴിഞ്ഞ് സമയത്ത് ആഹാരം പോലും കഴിക്കാതെ ഈ കലോത്സവത്തിൻ്റെ വിജയത്തിനായിട്ട് ഒരുമിച്ച് ഒത്തൊരുമയോടെ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ഡെപ്യൂട്ടി മേയർ ശ്രീ PK രാഗേഷ്, അദ്ദേഹവും ഈ യോഗത്തിൻ്റെ ഒരു മുഖ്യ സംഘാടക സമിതി അംഗമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി PP ദിവ്യ ഞങ്ങളുടെ സംഘാടക സമിതിയുടെ ഭാഗമാണ്. ശ്രീമതി PP ദിവ്യയെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ കലക്ടർ, ഊർജ്ജസ്വലമായ യുവത്വത്തിൻ്റെ പ്രതീകം എന്ന് വിശേഷിപ്പിക്കാവുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ മേയർ മുഹമ്മദ് അലി IAS, ഈ സംഘാടക സമിതിയുടെ ജോയിൻറ്റ് കോർഡിനേറ്റർ കൂടിയാണ് നമ്മുടെ ജില്ലാ കലക്ടർ. ജില്ലാ കലക്ടർ എന്ന നിലയിൽ ഈ കലോത്സവം ഇത്ര മഹത്തായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് ഏറ്റവും അധികം ഔദ്യോഗിക രംഗത്ത് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചത് ശ്രീ മേയർ മുഹമ്മദ് അലിയാണ്. ജില്ലാ കലക്ടറെ വളരെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KP ജയബാലൻ മാസ്റ്ററെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹയർ സെക്കൻഡറി ഡയറക്ടർ ശ്രീമതി MS ജയ IAS, സംഘാടക സമിതിയിലെ ജോയിൻറ്റ് കോർഡിനേറ്ററാണ്. ശ്രീമതി MS ജയ ഈ തുടക്കം മുതൽ ഈ കലോത്സവത്തിൻ്റെ നടത്തിപ്പിനായിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. ശ്രീമതി MS ജയയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള CMAT ഡയറക്ടർ ഡോക്ടർ PA ഫാത്തിമ, IT മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ K അൻവർ സാദ്, SIET ഡയറക്ടർ ശ്രീ അബുരാജ്, കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P ഇന്ദിര എന്നിവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതിലെനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, ഈ കലോത്സവം ഹരിത നയം നടപ്പാക്കി പൂർണ്ണ വിജയം എന്ന നിലയ്ക്ക് ഹരിത നയം നടപ്പാക്കി നടത്തുന്ന
കലോത്സവം എന്നതിൽ ഒരു പൂർണ്ണ വിജയത്തിലേക്ക് എത്തിച്ചേർക്കുന്നതിൽ സഹായിച്ചത് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായ അഡ്വക്കേറ്റ് പി ഇന്ദിരയുടെ നേതൃത്വമാണ്. വളരെ സന്തോഷത്തോടെ വരും കാല കലോത്സവങ്ങൾക്കൊരു മാതൃകയാക്കി ഈ കലോത്സവത്തെ മാറ്റിയ അഡ്വക്കേറ്റ് പി ഇന്ദിരയെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ ടാക്സ് അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ CK വിനോദ്, കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ ഷഫീഖ് M, കൗൺസിലർ ശ്രീമതി ബീന E, കൗൺസിലർ ശ്രീമതി രാധ എന്നിവരെ വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കലോത്സവത്തിൻ്റെ വിജയത്തിന് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഒട്ടനവധി പേരുണ്ട്. ഔദ്യോഗിക തലത്തിൽ നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ശ്രീ ഫിലിപ്പ്, DYSP ശ്രീ PP സദാനന്ദൻ, അവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഓഫീസർമാരുടെയും പോലീസ് സേനയിലെയും പ്രിയമുള്ള സഹപ്രവർത്തകർ, അതുപോലെ വിവിധ സർക്കാർ വകുപ്പുകളിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അവരെല്ലാവരും തന്നെ ഒത്തൊരുമിച്ച് ഈ മേളയുടെ വിജയത്തിനായിട്ട് പ്രവർത്തിച്ചു. അവർക്കെല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്വാഗതം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സംഘാടക സമിതിയിലെ എല്ലാ അംഗങ്ങളെയും, എല്ലാ സംഘാടക സമിതി ചെയർമാന്മാരെയും, കൺവീനർമാരെയും, കണ്ണൂരിലെ ബഹുമാന്യരായ എല്ലാ ജനപ്രതിനിധികളെയും, അധ്യാപക അനധ്യാപക സംഘടനകളുടെ സാരഥികളെയും, യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ സാരഥികളെയും, അതിലെ എല്ലാ അംഗങ്ങളെയും, സംസ്ഥാന സർവീസിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും, അതിനെല്ലാം ഉപരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കലോത്സവത്തെ ഏഷ്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന രീതിയിൽ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട പത്ര, ദൃശ്യ, ശ്രാവ്യ, ഓൺലൈൻ മാധ്യമങ്ങളിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും അവരെല്ലാവരും അഹോരാത്രം കഴിഞ്ഞ ദിവസങ്ങളായി ഊണുമുറക്കവും ഒഴിച്ച് ഈ കലോത്സവത്തിൻ്റെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അവരെല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോടെ സംഘാടക സമിതിക്ക് വേണ്ടി, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ഹലോ, നന്ദി സർ. കലയുടെ കലവറയിൽ കരുതി വെച്ചതെല്ലാം കാന്തിക മഹിമയോടെ പ്രദർശിപ്പിച്ച 57ാമത് കേരള സ്കൂൾ കലോത്സവം ധന്യമായ ഈ ചടങ്ങിന്റെ അധ്യക്ഷത പദം അലങ്കരിക്കുന്നു. വിദ്യാഭ്യാസ കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കാനായി ആശയ ഗാംഭീര്യവും ഗുണമേന്മയുമുള്ള വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ച് പുരോഗമന വീക്ഷണത്തിലേക്ക് നയിക്കുന്ന കർമ്മനിരതനായ ബഹുമാനപ്പെട്ട കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, അദ്ദേഹത്തെ നിറഞ്ഞ ആദരവോടെ ക്ഷണിക്കുന്നു. സ്വാഗത പ്രസംഗത്തിൻ്റെ തുടർച്ചയായി ഈ കലോത്സവം വൻ വിജയമാക്കാൻ സംഘാടക സമിതി ചെയർമാൻ്റെയും കളക്ടറുടെയും കോർപ്പറേഷൻ മേയറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെയും ഒപ്പം നിന്ന് ഇത് വിജയിപ്പിക്കുവാൻ അക്ഷരാർത്ഥത്തിൽ 24 മണിക്കൂറും കഴിഞ്ഞ 7 ദിവസങ്ങൾ ശ്രമിച്ച DPI ശ്രീ മോഹൻകുമാർ AS-നെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, വിശിഷ്ട അതിഥി മജീഷ്യൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ ഗോപിനാഥ് മുതുകാട്, സംഘാടക സമിതിയുടെ ചെയർമാൻ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, പ്രിയപ്പെട്ട ശ്രീമതി ടീച്ചർ MP, കോർപ്പറേഷൻ മേയർ കുമാരി P. ലത, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KV സുമേഷ്, മുൻ മന്ത്രി പ്രിയപ്പെട്ട ശ്രീ KC ജോസഫ് MLA, ജെയിംസ് മാത്യു MLA, ശ്രീ രാജഗോപാലൻ MLA, ബഹുമാനപ്പെട്ട കളക്ടർ ശ്രീ മീർ മുഹമ്മദ് അലി, വേദിയിലെ മറ്റ് ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ,
7 ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ വേദിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇത് ഒരു ഉത്സവം ആയി മാറണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ച ആളാണ് ഞാൻ. സംസ്ഥാന സർക്കാർ ഇത്തരം പണ്ട് നമ്മൾ മേള, മത്സരം എന്നെല്ലാം പറഞ്ഞത് ഉത്സവമാകണം എന്നാഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അതൊരു ഹരിത ഉത്സവമാകണം എന്ന് കൂടി കൂട്ടിച്ചേർത്തിരുന്നു. വാസ്തവത്തിൽ അന്ന് അത് പറയുമ്പോൾ ഇങ്ങനെ അത് വിജയിക്കും എന്ന് ഞാൻ വാസ്തവത്തിൽ കരുതിയില്ല. നമ്മുടെ എല്ലാം സങ്കല്പത്തിനൊത്ത് ഈ മഹോത്സവം ലോകത്തെ ഏറ്റവും വലിയ യഥാർത്ഥത്തിൽ സർഗശേഷി പ്രകടനം ഈ നാടിൻ്റെ ഹരിത കലോത്സവമായിട്ട് മാറി എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഇതിനെ ഇങ്ങനെ ഒരു മഹോത്സവമാക്കി മാറ്റിയ, ഒരു വലിയ സാംസ്കാരിക ആശയം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ ആശയം എന്നും മനസ്സ് നിൽക്കത്തക്ക രീതിയിൽ ഇതിനെ മാറ്റിയ കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാവരെയും ഞാൻ ആദ്യമായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. അതുതന്നെയാണ് ഈ വിജയത്തിൻ്റെ കാരണം. വലിയൊരു കൂട്ടായ്മ, വലിയൊരു പ്രോത്സാഹനം. പല വേദികളിലും പല പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഞാൻ ഓരോന്നെടുത്ത് പറയുന്നില്ല. അവിടെ പലപ്പോഴും അതിന് മുമ്പെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളത് പോലെയല്ല. അവിടെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ സർഗശേഷി പ്രകടനത്തിന് അവസരങ്ങൾ ഉണ്ടാക്കാനാണ് ഇവിടെ കണ്ടിരുന്നവർ ശ്രമിച്ചിരുന്നത്. അവരുടെ മുന്നിൽ ഞാൻ ശിരസ് നമിക്കുകയാണ്. ഇങ്ങനെയാണ് ഉത്സവങ്ങൾ നമ്മൾ സൃഷ്ടിക്കുക. അങ്ങനെ സൃഷ്ടിച്ച ഉത്സവങ്ങൾ നാളെ മനസ്സിലെ ഉത്സവങ്ങളായിട്ട് മാറുമ്പോഴാണ് ഇത് പൂർണ്ണ വിജയം ആയിട്ട് മാറുക. അതിനുള്ള ശ്രമം നടത്തിയത് ഇവിടുത്തെ ജനങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു. ഒപ്പം ഇതിൻ്റെ സംഘാടക സമിതി, അതിന് നേതൃത്വം നൽകിയ ആളാണ് നേരത്തെ ഇവിടെ DPI പറഞ്ഞ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തുറമുഖ പുരാവസ്തു മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി. 20 വേദിയിൽ എവിടെ നോക്കിയാലും മന്ത്രിയെ കാണാം. ഏത് രാത്രി നോക്കിയാലും കാണാം, എപ്പോൾ നോക്കിയാലും കാണാം. എന്നെ അത്ഭുതപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഈ സംഘാടക സമിതി, അതുപോലെ തന്നെ DPI ഒപ്പം നിന്നുകൊണ്ട് 24 മണിക്കൂറും 20 വേദികളിൽ നിറഞ്ഞു നിന്ന് മറ്റ് സംഘാടകർക്കൊപ്പം പ്രവർത്തിച്ച് ഇതിനൊരു വൻ വിജയമാക്കി. സംഘാടക സമിതിയിൽ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം ആരെങ്കിലും ഒന്ന് വിട്ടുപോയാൽ അത് തെറ്റാവും എന്നുള്ളത് കൊണ്ടാണ്. അതിശയോക്തിയില്ലാതെ, ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം, ഈ സംഘാടക സമിതിയിലെ എല്ലാവരും ഇത് വലിയൊരു ഉത്സവമാക്കുവാൻ തന്നെ ശ്രമിച്ചു. സംഘാടക സമിതിയിൽ എല്ലാവരെയും മനസ്സ് നിറഞ്ഞ് ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സംരംഭത്തെ ഒരു ഉത്സവമാക്കാൻ വിവിധ കമ്മിറ്റികൾ നല്ലതുപോലെ ശ്രമിച്ചിട്ടുണ്ട്. ഭക്ഷണ കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി, ട്രാൻസ്പോർട്ട് കമ്മിറ്റി, അക്കോമഡേഷൻ കമ്മിറ്റി, ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റി, ആരുടെ മുന്നിൽ എന്ന് തോന്നുന്ന വിധം എല്ലാ ദിവസവും ഞങ്ങൾ റിവ്യൂ നടത്താറുണ്ട്. വൈകുന്നേരം 7:30 മണിക്ക്. ആ റിവ്യൂവിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് ഏതെങ്കിലും ഒരു കൺവീനർ പറഞ്ഞാൽ അടുത്ത ദിവസം ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയേണ്ടേ വരില്ല. അത് ശരിയായിരിക്കും, അത് പരിഹരിക്കപ്പെട്ടിരിക്കും. ഇത്രയും ശുഷ്കാന്തി ഇതുവരെ എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടില്ല.
അത്ര മനോഹരമായിട്ട് എല്ലാ അധ്യാപക സംഘടനകളും കൺവീനർമാരായി ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അവർക്ക് നേതൃത്വം നൽകാൻ പ്രിയപ്പെട്ട MLA-മാരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കോർപ്പറേഷൻ മേയർ, കളക്ടർ, DPI-യുടെ കീഴിലുള്ള DPI ഓഫീസിലെ നിരവധി ADPI അടക്കമുള്ള സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും അക്ഷരാർത്ഥത്തിൽ നല്ലതുപോലെ ശ്രമിച്ചിട്ടുണ്ട്. അധ്യാപക സംഘടനകളൊക്കെ വളരെ മനോഹരമായൊരു കൂട്ടായ്മയിലൂടെ പരസ്പരം ലയിച്ചു നിൽക്കുന്ന ഒരു തോന്നലുണ്ടാക്കും വിധം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം മാത്രമാണ്. അതുപോലെ തന്നെയാണ് വോളണ്ടിയേഴ്സ്. 25,000 പേര് ഭക്ഷണം കഴിച്ചൊരു ദിവസം പോലും ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണശാലയിലെ വളണ്ടിയേഴ്സ്, മറ്റെല്ലാ ദിക്കിലെയും വളണ്ടിയേഴ്സ്, ആരിത് കാണുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ, ശ്രദ്ധിക്കാതെ തൻ്റെ പ്രവർത്തനം പൂർണ്ണമാക്കുവാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്തത്. എങ്ങനെ ഓരോ പ്രവർത്തനവും ഉത്സവത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം എന്ന് പഠിച്ചതുപോലെയാണ് പലരും ചെയ്യുന്നത്. ഇത് ഒട്ടും അതിശയോക്തിയല്ല, അത് മനസ്സിലാക്കി പഠിച്ച് ചെയ്യുന്നത് പോലെയാണ് വോളണ്ടിയേഴ്സ്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും അവരുടെ പ്രവർത്തനം വെള്ളമില്ലാത്തപ്പോഴും വെളിച്ചമില്ലാത്തപ്പോഴും എല്ലാം അതിമനോഹരമായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. മീഡിയ, നേരത്തെ ഇവിടെ DPI സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, പല വിധത്തിലും ഈ ലോകത്തെല്ലാവരിലേക്കും ഇത് എത്തിക്കുവാനും ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുവാനും അങ്ങനെ എങ്ങനെയാണോ മീഡിയ പ്രവർത്തിക്കേണ്ടത് ആ രീതിയിൽ പ്രവർത്തിക്കാനും മീഡിയ സുഹൃത്തുക്കൾ ശ്രമിച്ചിട്ടുണ്ട്. വിക്ടേഴ്സ് ചാനൽ വളരെ മനോഹരമായിട്ട് ഉയർന്ന എല്ലാ വേദികളെയും പരസ്പരം കൂട്ടിയിണക്കാനും ശ്രമിച്ചിട്ടുണ്ട്. മീഡിയ സുഹൃത്തുക്കൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയത്ത് അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പോലീസ് എടുത്തു പറയാതെ കഴിയില്ല. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വാസ്തവത്തിൽ ഒരു ജനകീയത എങ്ങനെയാണ് പോലീസിൽ വരിക എന്നത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ പോലീസ് അസോസിയേഷൻ്റെ കുടിവെള്ളം കൊടുക്കുന്ന ഒരു സ്റ്റാളുണ്ട്. ഞാൻ 4-5 തവണ പോയി അവിടെ വെള്ളം കുടിച്ചു. മറ്റുള്ളവർ വെള്ളം കുടിപ്പിച്ചിട്ട് കുടിക്കാൻ പോയതല്ല, എന്നാലും അവിടെ വെള്ളം കുടിക്കാൻ തന്നെ പോയതാണ്. ചുക്കുകാപ്പിയും ഒക്കെ, അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഉത്സവ പറമ്പിൻ്റെ ഛായ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ എല്ലാ സ്റ്റോളുകളും എല്ലാവരും ഇത് അക്ഷരാർത്ഥത്തിൽ ഉത്സവമാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കുമുള്ള ഹൃദയവും മനസ്സും നിറഞ്ഞ നന്ദി ഞാൻ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഉത്സവം നടന്നത് എന്നുള്ളത് കൊണ്ട് നേരത്തെ DPI പറഞ്ഞതുപോലെ ഇതിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാട് അപ്പീലുകൾ വന്നു എന്നുള്ളത് ഇവിടെ ഒരു പൊതു സംസാരമാണ്. എല്ലാ മത്സരങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എന്ന ഒരു സൂചന കൂടി അതിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. എവിടെയും ജനാധിപത്യപരമായൊരു സമീപനം തന്നെയാണ് സംസ്ഥാന സർക്കാരിനുണ്ടാവുക. അതുകൊണ്ട് അതിനെയെല്ലാം വളരെ കൃത്യമായി വിശകലനം ചെയ്ത് നല്ല നല്ല പാഠങ്ങൾ ഉരുത്തിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. 20 സ്റ്റേജുകൾ, വേദികൾ ഉണ്ടായിരുന്നത് എന്നെ സംബന്ധിച്ച് 20 പാഠങ്ങളാണ്. ആ 20 പാഠങ്ങളിൽ നിന്നും ഒരുപാട് ഇനിയും മനനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത വർഷം ഇത് കുറവുകൾ ഏറ്റവും കുറഞ്ഞ ഒരു വലിയ ഉത്സവമാക്കി നമുക്ക് മാറ്റണം. അതിനുവേണ്ടി മാനുവൽ പരിഷ്കരണമടക്കം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് ഇതിനകം നിങ്ങൾക്കെല്ലാം അറിയാം. സംസ്ഥാന സർക്കാരിൻ്റെ ജനകീയമായൊരു ഇടപെടലിലൂടെ അടുത്ത വർഷം ഇതിനേക്കാൾ നല്ല ഉത്സവം നമുക്ക് കാണാൻ കഴിയണം. അതിനുള്ള ഒരുക്കത്തിലാണ്. ഇത് പാഠപുസ്തകമാണ് എന്ന് DPI പറഞ്ഞതിൽ നിന്നും ഒരാശയം മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. ഇവിടെ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്, ജനകീയ കൂട്ടായ്മ, സംഘടനകളുടെ കൂട്ടായ്മ, മീഡിയയുടെ കൂട്ടായ്മ, ജനങ്ങളുടെ കൂട്ടായ്മ, കലാകാരന്മാരുടെ കൂട്ടായ്മ. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇന്ന് അവസാനിക്കേണ്ട കൂട്ടായ്മയല്ല.
ഈ സമൂഹം ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള മനസ്സ് പരസ്പരം പങ്കുവയ്ക്കുന്ന കൂട്ടായ്മകളാണ്. ആ കൂട്ടായ്മ സമൂഹത്തിൻ്റെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലെ മേഖലയിലെ പ്രശ്നങ്ങളും നമുക്ക് ലഘൂകരിക്കാൻ പറ്റും. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം പുരോഗമിക്കുകയാണ്. കോഴിക്കോടിന് കിരീടം, സ്വർണ്ണക്കപ്പ് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വാർത്ത.